ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗണേശ്വരായ നമ. എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ പാർവതി നേത്യാർ, ഒറ്റപ്പാലം. എൻ്റെ ഇന്നത്തെ കഥ ഏകാദശി മാഹാത്മ്യം എന്നതാണ്. എല്ലാവർക്കും അറിയുന്ന കഥ. പണ്ട് കാലത്ത് ചില രാജ്യങ്ങളിൽ എല്ലാ ജനങ്ങളും ഏകാദശി വ്രതം അനുഷ്ഠിക്കണം എന്ന് ശാസനം ഉണ്ടായിരുന്നു അത്രേ. തലേ ദിവസം തന്നെ രാജകിങ്കരന്മാർ രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് എല്ലാ ജനങ്ങൾക്കും വ്രത ദിവസം അറിയിക്കുന്നതിനായിട്ട് വിളംബരം ചെയ്യുന്ന പതിവ്. അതായത് നാലും കൂടിയ മുക്കുകൾ പ്രധാനപ്പെട്ട സ്ഥലത്ത് രാജാവിൻ്റെ ആൾക്കാർ ചെണ്ട കൊട്ടി അറിയിക്കും. ദേ നാളെ ഏകാദശി വ്രതമാണ്. അത് ജനങ്ങൾക്കൊരു സഹായമായിരുന്നു. എന്തെന്നാൽ ഏകാദശി എന്നാണെന്ന് എല്ലാവർക്കും അറിഞ്ഞുകൂടല്ലോ. അറിയിപ്പ് കിട്ടുമ്പോൾ എല്ലാവരും ഓർക്കും വ്രതം മുടങ്ങാതെ അനുഷ്ഠിക്കാനും സാധിക്കും. ഒരിക്കൽ, അതായത് കലിയുഗത്തിന് മുൻപുള്ള യുഗത്തിൽ, ഭൂമിയിൽ നിന്നും ചില മഹാന്മാരൊക്കെ സ്വർഗത്തിലേക്കും സ്വർഗവാസികൾ ഭൂമിയിലേക്കും വരികയും പോവുകയൊക്കെ ചെയ്തിരുന്നു അത്രേ. ദശരഥ മഹാരാജാവ് ഇന്ദ്രലോകത്ത് ചെന്ന് യുദ്ധം ചെയ്തതായിട്ടും മുചുകുന്ദൻ സ്വർഗലോകത്ത് ചെന്ന് ഇന്ദ്രൻ്റെ സേനാനായകത്വം സ്വീകരിച്ചതായിട്ടൊക്കെ നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഈ കലിയുഗത്തിൽ മാത്രം ഈ പോക്ക് വരവില്ല. ഒരിക്കൽ സ്വർഗത്തിൽ നിന്ന് ചില അപ്സരസുകൾ വിമാനത്തിൽ കയറി ഭൂമിയിലെത്തി. അവർ പ്രകൃതി ഭംഗിയും ഉദ്യാന ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് രുക്മാംഗത രാജാവിൻ്റെ ഉദ്യാനത്തിലെത്തി. വിമാനം താഴെ നിർത്തിയിട്ട് അവർ ഉദ്യാനത്തിലിറങ്ങി വിഹരിച്ച് ആഹ്ലാദിച്ച് പൂവിർത്തക്കൊണ്ടിരിക്കുമ്പോൾ സമയം പോയതറിഞ്ഞില്ല. പ്രഭാതമായി. മനുഷ്യനെ കാണുന്നത് അപ്സരകൾക്ക് ഇഷ്ടമല്ല. അവരെ കണ്ടാൽ ഉടൻ അപ്രത്യക്ഷമാകും. എന്നാൽ ആ ഉദ്യാനത്തിലെത്തി ഉദ്യാനപാലകനെ കണ്ടപ്പോഴേക്കും പ്രഭാതമായതിനാൽ അവർക്ക് പോകാൻ അന്ന് കഴിഞ്ഞില്ല. അവർ രാത്രി സഞ്ചാരികളാണല്ലോ. തന്നെയുമല്ല, വാഹനം ഇളക്കാനും പറ്റുന്നില്ല. അവരങ്ങനെ വിഷണ്ണരായി. മനുഷ്യദർശനം അനുവദനീയമല്ല എങ്കിലും അനുവദിക്കേണ്ടി വന്നു. കൊട്ടാരത്തിലുള്ളവരെല്ലാം എത്തി. രാജാവ് എത്തി. രാജാവ് വിവരമൊക്കെ ചോദിച്ചു. അപ്പോൾ ദേവിമാർ പറഞ്ഞു, പ്രഭാതമായതിനാൽ വിമാനം നിന്നുപോയി. ഇനിയിപ്പോൾ എങ്ങനെ ഇത് ചലിപ്പിക്കാൻ സാധിക്കുക? അപ്പോൾ ഒരു അപ്സരസ് പറഞ്ഞു, ഏകാദശി വ്രതം അനുഷ്ഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്ന് വാഹനം തൊട്ടാൽ മതി, സഞ്ചാരയോഗ്യമാവും. രാജാവ് ചോദിച്ചു, എന്താണ് ഈ ഏകാദശി വ്രതം? അപ്സരസ് പറഞ്ഞു, ഇന്നലെ ഏകാദശിയായിരുന്നു. അതായത് ഏകാദശി ദിവസം അന്നാഹാരം കഴിക്കാൻ പാടില്ല. ഇന്നലെ അന്നാഹാരം കഴിക്കാതെ ഏകാദശി അനുഷ്ഠിച്ചവർ ഈ വാഹനം തൊട്ടാൽ മതി. അപ്പം അങ്ങനെ അന്വേഷണം നടന്നു. പക്ഷെ വ്രതം അനുഷ്ഠിച്ചവരാരെയും കണ്ടുകിട്ടണ്ടേ. ഒടുവിൽ ഒരു വൃദ്ധയെ കണ്ടുകിട്ടി. അവർക്കാണെങ്കിലോ ആരോഗ്യം തീരെ ഇല്ല. 2 ദിവസം വെളിയിൽ ഇറങ്ങാനോ ആഹാരം കഴിക്കാനോ കഴിഞ്ഞിട്ടുമില്ലല്ലോ. ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്ന് വിമാനം ഒന്ന് തൊടിയിച്ചു. അവർ തൊട്ട ഉടനെ തന്നെ വിമാനം മുകളിലേക്ക് ഉയർന്നു. അപ്സരസുകൾ പോവുകയും ചെയ്തു. ഏകാദശി വ്രതാനുഷ്ഠാനത്തെപ്പറ്റി രാജാവ് ആ ദേവിമാരോട് ചോദിച്ച് എല്ലാം മനസ്സിലാക്കി. രാജാവിന് അത്ഭുതമായി. അന്നു മുതൽ അദ്ദേഹം കുടുംബസമേതം മാത്രമല്ല രാജവാസികളൊട്ടാകെ ഏകാദശി വ്രതം അനുഷ്ഠിക്കണം എന്ന് ആജ്ഞാപിച്ചു. തലേ ദിവസം തന്നെ പ്രജകളെ അറിയിക്കും. രാജാവ് വ്രതാനുഷ്ഠാനത്തോടൊപ്പം ഭക്തരുമായി തീർന്നു. അദ്ദേഹം ഒരിക്കലും ഏകാദശി വ്രതം മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പരമഭക്തന്മാർ ഏകാദശി വ്രതം കൂടി മുടങ്ങാതെ അനുഷ്ഠിച്ച പിന്നെ സ്വർഗലബ്ധി ഉണ്ടാകും എന്നത് അഭിജ്ഞമതാണ്. മുടങ്ങാതെ കഠിന തപം അനുഷ്ഠിക്കുക, യാഗം ചെയ്യുക, ചെയ്യിക്കുക, വ്രതാനുഷ്ഠാനങ്ങളൊക്കെ നടത്തുക, ഇതെല്ലാം ഇന്ദ്രപദ ലബ്ധിക്ക് പോലും കാരണമായി തീരുന്നാണ് പറയണത്. രാജാവിൻ്റെ വ്രതാനുഷ്ഠാനവും പുണ്യകർമ്മവും കണ്ട ഇന്ദ്രദേവന് ഭയായില്ലോ. എന്താ ഭയം? രാജാവ് ഇനിയിപ്പോൾ തൻ്റെ പദവി അപഹരിക്കുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭയം. രാജാവിൻ്റെ വ്രതഭംഗം വരുത്തണം. അത് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാലേ സാധിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവരുടെ ദേവകന്യകളെ വരുത്തി. പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇന്ദ്രൻ്റെ ആജ്ഞയല്ലേ. ഒരു ദേവകന്യക സുന്ദരിയായ മോഹിനി രൂപം പൂണ്ട് രാജാവിൻ്റെ ഉദ്യാനത്തിലെത്തി. രാജാവിനെ ആകർഷിച്ചു. ആ സ്ത്രീ രാജാവിൻ്റെ പട്ടമഹിഷിയായി തീർന്നു. അവളിൽ മോഹിച്ചെങ്കിലും രാജാവ് തൻ്റെ വ്രതഭംഗം ചെയ്യാൻ കൂട്ടാക്കിയില്ല. എന്തൊക്കെ വന്നാലും ശരി, വ്രതം അനുഷ്ഠിക്കും. അങ്ങനെ വ്രതാനുഷ്ഠാനം മുറയ്ക്ക് നടന്നു. മോഹിനി എന്തു പറഞ്ഞാലും ചെയ്യത്തക്ക വണ്ണം അദ്ദേഹം അവളിൽ
വശംവദനായി. ഒരിക്കലും അവൾ കൊഞ്ചി കുഴഞ്ഞു പറഞ്ഞു, എന്നോട് അങ്ങയ്ക്ക് ഇഷ്ടം തീരപ്പില്ല, ഞാൻ പറയുന്നതൊന്നും ചെവിക്കൊള്ളുന്നുമില്ല, ഞാൻ പോവുക. അപ്പം രാജാവ് പറഞ്ഞു, എന്തു പറഞ്ഞാലും വ്രതഭംഗം മാത്രം ഞാൻ ചെയ്യില്ല, മറ്റെന്തൊക്കെ ഞാൻ ചെയ്തു തരാം, വ്രതം നോക്കരുത് എന്ന് മാത്രം പറയരുത്. അപ്പം ദേവി പറഞ്ഞു, എങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഞാൻ പോകാതിരിക്കണമെങ്കിൽ അടുത്ത വ്രതത്തിന് പൂജ നടത്തി ബലി അർപ്പിക്കണം. എന്തു ബലി? എന്താണ് ബലിയുടെ ആവശ്യം? ദേവി ഇതുവരെയുള്ള പുണ്യകർമ്മത്തിൻ്റെ ഫലപ്രാപ്തിക്ക് വ്രതഭംഗി ഒഴിച്ചുള്ള എന്തും ചെയ്യാമെന്ന് അങ്ങ് വാക്ക് തന്നതാണ്. ഇതുവരെയുള്ള പുണ്യകർമ്മത്തിൻ്റെ ഫലപ്രാപ്തിക്ക് വ്രതഭംഗം ഒഴിച്ചുള്ള എന്തും ചെയ്യാമെന്ന് അങ്ങ് പറഞ്ഞതല്ലേ? രാജാവ് പെട്ടുവല്ലോ. ശരിയാണ്, പറഞ്ഞതാണ്. പക്ഷെ ബലിയുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടില്ല. ദേവി പറഞ്ഞു, വാക്ക് പാലിക്കുക രാജധർമാട്ടോ, സത്യം പാലിക്കുക അതും ധർമ്മമാണ്. രാജാവ് സങ്കടപ്പെട്ടു. ഇപ്പോഴും കാര്യം പൂർത്തിയായി പറഞ്ഞിട്ടില്ലല്ലോ ദേവി എന്ന് ചോദിച്ചു. സ്വന്തം മകനെ മടിയിലിരുത്തിയിട്ട് വാളുകൊണ്ട് അവൻ്റെ തല വെട്ടി ബലിയർപ്പിക്കണം. രാജാവ് ഞെട്ടി. സ്വന്തം പുത്രനെ സ്വന്തം മടിയിൽ വെച്ച് സ്വന്തം വാളുകൊണ്ട്, അയ്യോ, ആലോചിക്കാൻ വയ്യ. എങ്ങനെ സാധിക്കാതിരിക്കും? വാക്കു പാലിക്കേണ്ടത് ധർമ്മല്ലേ? ചെയ്യാതിരുന്നാൽ ധർമ്മ വിലോപാവും. ഒരു വശത്ത് പുത്രസ്നേഹം, മറുവശത്ത് ധർമ്മം. അങ്ങനെ വടംവലി നടക്കുകയാണ്. അവസാനം നിശ്ചയിച്ചു, പുത്രൻ ഇനിയും ചിലപ്പോൾ ഉണ്ടാവും. ധർമ്മം സത്യം പോയാൽ പോയത് തന്നെ, ദുഷ്പേരുണ്ടാവും. ചിന്താവിചിന്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഒടുവിൽ സത്യം പാലിക്കാനും ധർമ്മം രക്ഷിക്കാനും തയ്യാറായി. അദ്ദേഹം മകനേ എന്ന് നീട്ടി വിളിച്ചു. മകനാഗതനായി. എല്ലാ സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായി. മകനെ വടിയിലിരുത്തി. ദേവി വാളെടുത്ത് കയ്യിൽ കൊടുത്തു. അദ്ദേഹം ത്രിമൂർത്തികളെയും പ്രത്യേകിച്ച് വിശ്വപാലനായ വിഷ്ണുവിനെയൊക്കെ മനസ്സിലങ്ങോട്ട് ധ്യാനിച്ച് വാള് കയ്യിലേന്തി കണ്ണടച്ചു. മകൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കിയിട്ട് വീശി. അതിശയെന്ന് പറയട്ടെ, മകൻ്റെ കഴുത്തിൽ ആ വാൾ പൂമാലയായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. ത്രിമൂർത്തികളൊക്കെ പ്രത്യക്ഷപ്പെട്ടു. രാജാവിന് വരം നൽകി. പുത്രസമ്പത്തോടൊത്ത് നീണാൾ വാഴട്ടെ ഭക്തോത്തമ എന്ന് വരെ എല്ലാവരും അനുഗ്രഹിച്ചു. രാജാവ്, ഭഗവാനെ, ഇതിൽ പറയാൻ എന്തൊക്കെ വേണ്ടത്? ഈ ദർശനം തന്നെ വരപ്രസാദമല്ലേ? അങ്ങയുടെ ഭക്തിക്ക് ഒരു കാലവും കുറവ് വരാതിരിക്കാൻ എനിക്ക് വാക്ക് തന്നാൽ മതി. എല്ലാവരും അപ്രത്യക്ഷരായി. ഭക്തിയുടെയും വ്രതശക്തിയുടെയും മുന്നിൽ ഇന്ദ്രനും മോഹിനിയും ഒക്കെ തോറ്റുപോയി. അന്ന് മുതൽ ഏകാദശി വ്രതത്തിന് മഹാത്മ്യമേറി എന്നാണ് പറയണത്. രാജാവ് പൂർവാധികം ഭംഗിയായിട്ട് വ്രതാനുഷ്ഠാനം നടത്തി. രാജ്യമെമ്പാടുള്ളവർ അദ്ദേഹത്തെ അനുകരിച്ചു. ഏകാദശി വ്രതം വളരെ പ്രസിദ്ധിയും പ്രശസ്തിയും ആർജിച്ച് അന്ന് വിഷ്ണു ഭഗവാനെയാണ് പൂജിച്ചത്. ആ പൂജയുടെ മാഹാത്മ്യമല്ലേ നാം ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ദർശിച്ചത്? എത്ര മഹത്തരമായ വ്രതാണത്! ഈ കാലത്തും ഈ കലിയുഗത്തിലും ഈ വ്രതത്തിന് മാഹാത്മ്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. അനേകമായിരം ആളുകൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷെ കലിയുടെ പ്രഭാവത്തിലാകാം അനുഷ്ഠാനങ്ങൾക്ക് പണ്ടത്തെ അത്ര തീവ്രതയില്ലെന്ന് വേണം പറയാൻ. പാണ്ഡവന്മാരുടെ കാലത്തും പാണ്ഡവന്മാരെ കുന്തിദേവി പാഞ്ചാലിയൊക്കെ തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതായിട്ട് ഭാരതം പറയുന്നുണ്ട്. അപ്പോൾ ഈ വ്രതം യുഗങ്ങൾക്ക് മുൻപേ ഉള്ളതായിരുന്നു എന്ന് കാണാം. വളരെ പഴക്കം ചെന്ന വ്രതമാണത്. ഇതുപോലെ തന്നെ വിഷ്ണു ഭക്തിയും ഏകാദശി തുടങ്ങിയ വ്രതാനുഷ്ഠാനങ്ങളും മൂലം സുദർശന ചക്രം വിധേയമാക്കിയിരുന്ന ഒരു പരമഭക്തനായ രാജാവ് ഉണ്ടായിരുന്നു അയോധ്യയിൽ. അദ്ദേഹത്തിൻ്റെ പേര് അംബരീഷൻ എന്നായിരുന്നു. സൂര്യവംശത്തിൽ പിറന്ന പരമഭക്തനായ രാജാവ് അംബരീഷൻ പ്രസിദ്ധനായ രാജാവായിരുന്നു. അദ്ദേഹം പ്രജകളോടൊപ്പം ഏകാദശി വ്രതം അണുവിട തെറ്റാതെ മുടങ്ങാതെ അനുഷ്ഠിച്ചിരുന്നു. വിഷ്ണു ഭക്തിയിലാണെങ്കിലോ അദ്വിതീയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തിവിശ്വാസങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും കണ്ട് സന്തുഷ്ടനായ വിഷ്ണുദേവൻ രാജാവിന് രക്ഷാർത്ഥം സുദർശന ചക്രം വിധേയമാക്കി കൊടുത്തു. തന്നിമിത്തം അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനോ ശത്രുദോഷമുണ്ടായിരുന്നില്ല. ഈശ്വര കാരുണ്യത്താൽ സൽഭരണം കാഴ്ചവെച്ച് അങ്ങനെ സുഖജീവിതം തുടർന്നു. അങ്ങനെ ഇരിക്കെ ഇന്ദ്രന് തുടങ്ങി. അംബരീഷൻ ഇങ്ങനെ ഏകാദശി വ്രതം നോറ്റ ഇന്ദ്രപദയ്ക്ക് ഇളക്കം തട്ടും. അദ്ദേഹം ഇന്ദ്രത്വം നേടിയേക്കുമോ എന്നൊരു ഭയം. എങ്ങനെയെങ്കിലും രാജാവിൻ്റെ വ്രതഭംഗം ചെയ്യണമെന്ന് വിചാരിച്ചു. ആരെ കൊണ്ട് അത് സാധിപ്പിക്കാമെന്നിങ്ങനെ തല്ലാ പോകഞ്ഞ് ആലോചിച്ചു. ഒടുവിൽ ദുർവാസാവിനെ മനസ്സ് കണ്ടു. ദുർവാസാവിനെ സമീപിച്ച് ഇന്ദ്രൻ പറഞ്ഞു, ഈ അംബരീഷൻ ഇങ്ങനെ ഏകാദശി വ്രതം തുടർന്നാൽ നമ്മുടെ സ്ഥാനത്തിന് കോട്ടം തട്ടും. അങ്ങ് വിചാരിച്ചാലേ അത് തടയാൻ സാധിക്കൂ.
മുനി അത് ശരിവെച്ചു. അംബരീഷന്റെ വ്രതം തടസ്സപ്പെടുത്താനായിട്ട് പുറപ്പെട്ടു. ദ്വാദശി ദിവസം പ്രഭാതത്തിൽ അയോധ്യയിലെത്തി രാജാവിനെ സന്ദർശിച്ചു. രാജാവ് മുനിയെ സ്വീകരിച്ച് ആനയിച്ചു, സൽക്കരിച്ചൊക്കെ ഇരുത്തി. അങ്ങ് ഹരിവാസരം കഴിയും മുൻപേ കുളിച്ച് തർപ്പണം ചെയ്തു വന്നുകൊള്ളൂ. അങ്ങേക്ക് ഭക്ഷണം തന്നിട്ട് വേണം അടിയന് ഭുജിക്കാന്ന് പറഞ്ഞു. വ്രതഭംഗം ചെയ്യാൻ വന്ന ആളല്ലേ. അദ്ദേഹം കുളിച്ച് തർപ്പിച്ച് ദ്വാദശി കഴിയും വരെ അങ്ങോട്ട് ജപിച്ചിരുന്നു. നീട്ടിക്കൊണ്ടു പോവുകയാണ് സമയം. സമയം കഴിയാറായിട്ടും മുനിയെ കാണാത്തതിൽ അസഹിഷ്ണുവായ രാജാവ് വ്രതഭംഗം വരും ഈശ്വര എന്ന് ഭയന്ന് സുരമുഖമാകിയ ദേവനെ പൂജിച്ച് ഗവ്യങ്ങൾ അർപ്പിച്ച ശേഷം പാരണ വീട്ടി മുനിയെ കാത്തിരുന്നു. താമസിച്ചെത്തിയ മുനി പറഞ്ഞു, ഭുജിച്ചിട്ട് ഉച്ചിഷ്ടാണോ എനിക്ക് തരിക? ഒട്ടും ഉചിതായില്ലട്ടോ അത്. എന്നെ നിങ്ങൾ ഇതിനാണോ ക്ഷണിച്ചത്? മുനിയുടെ കോപം കണ്ട രാജാവ് അനുനയ വിനയങ്ങളോടെ ക്ഷമാപണ സ്വരത്തിൽ കാര്യം പറഞ്ഞു. പക്ഷെ ആര് കേൾക്കാൻ? ഉദ്ദേശിച്ച പോലെ വ്രതഭംഗം നടക്കാത്തതിൽ കോപം ഇരട്ടിച്ച മുനി തൻ്റെ ജട പിടിച്ച് പറിച്ച് നിലത്തടിച്ചു. അതിൽ നിന്ന് ഒരു ഉഗ്ര കൃത്യ പ്രത്യക്ഷപ്പെട്ട് രാജാവിനെ ആക്രമിക്കാൻ ചെന്നു. പെട്ടെന്ന് അദ്ദേഹം വിഷ്ണുവിനെ ധ്യാനിച്ചു. ഉടൻ നെറ്റിത്തടം തല്ലിൽ നിന്ന് സുദർശനം പാഞ്ഞു ചെന്ന് കൃത്യയെ സംഹരിച്ച് മുനിയുടെ പിറകെ കൂടിയല്ലോ. ഇപ്പം കൊല്ലും കൊല്ലും എന്ന ഭാവനയോടെ ഇത് കണ്ട മുനി അവിടെ നിന്ന് ഓടി ചക്രം പിന്നാലെ. ചക്രം തടുക്കാനാവാതെ മുനി മുന്നോട്ട് ഓടി വേഗം ഇന്ദ്രസന്നിധിയിൽ തന്നെ എത്തി. നിനക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ ചെന്ന എൻ്റെ അവസ്ഥ നോക്കിയോക്ക്. ഇതാ വിഷ്ണുചക്രം എന്നെ ആക്രമിക്കാൻ വരുന്നു. ആ ഭയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നീ മതി, എന്നെ രക്ഷിക്ക്. ഇത് കേട്ട ഇന്ദ്രൻ പറഞ്ഞു, ഈ ചക്രത്തിൽ നിന്ന് അങ്ങേ രക്ഷിക്കാൻ കരുത്തെനിക്കില്ല. വേഗം ബ്രഹ്മദേവനെ ശരണം പ്രാപിക്കൂ. ഇവിടെ നിന്ന ഒരു രക്ഷയില്ല. മുനി നേരെ ബ്രഹ്മലോകത്തേക്ക് ഓടിയല്ലോ. പത്മജ, ഇതാ ഈ വിഷ്ണുചക്രം എൻ്റെ പുറകെ പാഞ്ഞു വരണു. അതിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കൂ. അയോധ്യാധിപതി അംബരീഷൻ അയച്ച ഇതാണ് ഇത്. വേഗം എന്നെ രക്ഷിക്കണം. ബ്രഹ്മാവ്, മുനെ, ഈ ചക്രഭയത്തിൽ നിന്ന് അങ്ങേ രക്ഷിക്കാൻ എനിക്കാവില്ല. വിഷ്ണു ചക്രത്തെ ആർക്കാ തടയാനാവുക? ഈ ദുഃഖം തീർക്കാൻ അവിടെ നിന്നാൽ ഒരു രക്ഷയില്ല, മനസ്സിലായി. മുനി വേഗം അവിടുന്ന് കൈലാസത്തിലെത്തി ശിവശങ്കരനെ താണു വണങ്ങി. കൈലാസപതേ, ഇതാ ഈ ചക്രഭയത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ. അപ്പോഴേക്കും ചക്രം മുനിയുടെ പിന്നാലെ കൈലാസത്തിലെത്തി. അത് മുനിയെ വിട്ടു പോകാൻ ഭാവമില്ല എന്നായി. കൈലാസപതി ആരാഞ്ഞു, എന്താണ് ഇതിന് കാരണം? വെറുതെ ചക്രം ഒരാളെ ആക്രമിക്കാൻ വരുമൊന്നുമില്ല. മുനി, ഞാൻ അയോധ്യയിൽ ചെന്ന് രാജാവ് എന്നെ ദ്വാദശി ഊണിന് ക്ഷണിച്ചതും ഞാൻ സ്നാനാദികൾ കഴിഞ്ഞ് ചെല്ലാൻ അല്പം വൈകി. അദ്ദേഹം കോപിച്ച് ചക്രം അയച്ചതാണ്. ശിവശങ്കരൻ പറഞ്ഞു, മുനെ, എന്തായാലും ഈ ചക്രത്തെ അടക്കാൻ എന്നാൽ സാധ്യമല്ല. വിഷ്ണുവിനോട് തന്നെ കാര്യം ഉണർത്തിക്കുക. ഇവിടെ നിന്നാൽ ഒരു രക്ഷയില്ല. ഈ ഭയം തീർക്കാൻ ഞാൻ ആളല്ല, വേഗം പോയിക്കോളൂ. മുനി നേരെ വിഷ്ണുവിൻ്റെ സമീപത്തെത്തി സങ്കടം ഉണർത്തിച്ചു. ലോകപാലകന, ഈ ചക്രഭയം തീർത്ത് എന്നെ രക്ഷിക്കണേ. വിഷ്ണു അരുളി ചെയ്തു, മഹാമുനെ, വല്ല ദുരന്തവുമൊക്കെ വരുത്തി വെച്ചിട്ട് പാഹി പാഹി എന്ന് വിളിച്ചാൽ എന്താ ചെയ്യുക? ഈ ചക്രഭയം തീർക്കാൻ നാം ആളല്ല. ഇത് അയച്ച ആളോട് തന്നെ പറയൂ. അയച്ചവനെ ഇത് തിരിച്ചെടുക്കാൻ സാധിക്കൂ. നേരെ അംബരീഷന്റെ സമീപത്തേക്ക് പോയിക്കോളൂ. ഇവിടെ നിന്ന ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. കേട്ട മുനി വേഗം പോയില്ലോ അയോധ്യയിലേക്ക്. അംബരീഷന്റെ സമീപം ചെന്ന് പറഞ്ഞു, രാജാവേ, അവിടുത്തെ അയച്ച ഈ ചക്രത്തെ അടക്കി എനിക്ക് ഒന്ന് ഭയമുക്തി തരിക. ഇന്ദ്രൻ പറഞ്ഞയച്ചതിനനുസരിച്ചാണ് ഞാൻ വന്നത്. ഇന്ദ്രൻ എന്നോട് പറഞ്ഞ അംബരീഷനോട് പറയണം, ഇങ്ങനെ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല, അതിൽ നിന്നും വിടർത്തണം. അദ്ദേഹം അങ്ങനെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഇന്ദ്രപദം തന്നെ നഷ്ടമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞു. നിനക്ക് അങ്ങനെയുള്ള പദമോഹമൊന്നുമില്ല. ഞാൻ ചെയ്തതിന് ക്ഷമിച്ച് ഈ ചക്രത്തെ അടക്കുക, എന്നെ ഒന്ന് രക്ഷിക്കൂ. മുനിയുടെ വാക്കുകൾ കേട്ട് രാജാവ് ധ്യാന നിമഗ്നനായി വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു. ഹേ പ്രഭു, അങ്ങയുടെ കാരുണ്യത്താൽ സിദ്ധിച്ച ഈ ചക്രത്തെ വീണ്ടും എന്നിൽ അടങ്ങാൻ സാധ്യമാക്കണേ. അംബരീഷന്റെ പ്രാർത്ഥനയുടെ ഫലമായി ചക്രം യഥാവിധി പൂർവസ്ഥാനം പ്രാപിച്ചു. ഇത് കണ്ട മുനി ആശ്വസിച്ചു. രാജാവിനെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു. ആ ചക്രം ദുഷ്ടനിഗ്രഹം ചെയ്യും, എന്നാൽ ഭക്തന്മാരെ പീഡിപ്പിക്കില്ല, ഭയപ്പെടുത്തുക മാത്രമേ ചെയ്യുള്ളൂ. കണ്ടില്ലേ, മുനിയെ നീള ഓടിച്ച് ഭയപ്പെടുത്തിയതല്ലാതെ ഒന്നും ചെയ്തില്ലല്ലോ. വേണമെങ്കിൽ കൃത്യയെ നശിപ്പിച്ച ഉടനെ തന്നെ മുനിയെ കൊല്ലായിരുന്നു. പക്ഷെ ചെയ്തില്ല. എന്താണ് കാരണം? മുനി ഭക്തനാണ്. ഒരല്പം അഹംഭാവം ഉണ്ടായതാണ്. ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കും, അല്ലെങ്കിൽ നടത്താം. ഒരു ഭക്തൻ മറ്റൊരു ഭക്തനെ പീഡിപ്പിക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല. അംബരീഷൻ പരമഭക്തനും വ്രതാനുഷ്ഠാനം മുടങ്ങാതെ ചെയ്യുന്നവനുമാണ്. അങ്ങനെയുള്ള തൻ്റെ ഭക്തനെ പീഡിപ്പിക്കാൻ ചെന്നതിനുള്ള
ഒരു ചെറിയ ശിക്ഷയായിട്ടാണ് ചക്രഭയം ഉണ്ടാക്കിയത്. ഒടുവിൽ ഭയവിമുക്തി നൽകി രക്ഷിക്കുകയും ചെയ്തു. ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം എത്രയെന്ന് ഇതിൽ നിന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. യുഗങ്ങളോളം പഴക്കമുള്ള വ്രതമാണ്. യുഗങ്ങളെയും അതിജീവിച്ച് ഇന്നും ഈ വ്രതം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ മാഹാത്മ്യം. പ്രിയമുള്ളവരെ, എൻ്റെ ഇന്നത്തെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. പാർവതി നേത്യാർ, ഒറ്റപ്പാലം.